2 വർഷത്തോളമായി എൻ്റെ പുസ്തകശേഖരത്തിലുണ്ടായിരുന്ന ഒരു പുസ്തകമാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഈ പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചു തീർത്തു. മനുഷ്യാവകാശ പ്രവർത്തകയായ ഡോക്ടർ രജനി, ചോളറാണിയായിരുന്ന ദേവനായകി, പോരാളിയായിരുന്ന സുഗന്ധി, ഈ 3 സ്ത്രീകളുടെ കഥയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ, ശക്തി തിയേറ്റേഴ്സ് തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ നേടിയ ടി.ഡി. രാമകൃഷ്ണൻ്റെ മലയാളത്തിലെ ഒരു മികച്ച നോവലാണ് ഇത്. ചരിത്രത്തെയും മിത്തുകളെയും സമകാലിക പ്രശ്നങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ടുള്ള ആഖ്യാനമാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയുടേത്. സ്ത്രീയുടെ കരുത്തിൻ്റെയും ചെറുത്തുനിൽപ്പുകളുടെയും ശക്തമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന ഒരു നോവലായിട്ടാണ് എനിക്ക് ഇത് വായന അനുഭവപ്പെട്ടത്. യുദ്ധമായാലും ഫാസിസ്റ്റ് അക്രമങ്ങളായാലും ലൈംഗിക വൈകൃതങ്ങൾ ഉൾപ്പെടെ അതിലേറ്റവും ക്രൂരമായ ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് ചരിത്രവും ഇന്നത്തെ യാഥാർത്ഥ്യവും. മുലകൾ അരിഞ്ഞു വീഴ്ത്തിയും കൈകൾ മുറിച്ചു മാറ്റിയും ലൈംഗിക അടിമയാക്കിയും എത്രയോ സ്ത്രീജന്മങ്ങൾ ഇന്നും അധികാരത്തിൻ്റെ ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഫീനിക്സ് പക്ഷിയെപ്പോലെ അതിൽ നിന്ന് ഉയരുന്ന പെൺമയുടെ പോർവീര്യം ചരിത്രമാവുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീയുടെ പോർവീര്യവും പകയും പറയുമ്പോഴും അവളുടെ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, രതിയുടെ തീവ്രതയെക്കുറിച്ചും ഈ നോവലിൽ പറയുന്നു. പ്രണയത്തിൽ അവൾ നേടുന്ന പൂർണ്ണത സ്ത്രീ എന്ന നിലയിലെ അവളുടെ പൂർണ്ണത കൈവരിക്കൽ കൂടിയാകുന്നു. ഇരു കൈകളും നഷ്ടപ്പെട്ട ദേവനായകി പീറ്ററിനോട് പറയുന്നത്, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ്. പോർവീര്യം മനസ്സിലുള്ളപ്പോഴും പ്രണയത്തിൻ്റെ പൂർണ്ണത തേടുന്ന ഒരുവളെ നിസ്സഹായതയോടുകൂടി നോക്കിപ്പോകുന്നു. ജയിച്ചവൻ്റെ മാത്രമല്ല ചരിത്രം, അത് തോറ്റവൻ്റെ കൂടിയാണ്. അതെ, ദേവനായികയുടെ കഥ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതികളിൽ ആവർത്തിക്കപ്പെടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആ 4 വരി കവിത വീണ്ടും വായിക്കുന്നു. കനവ് തുലൈന്തവൾ നാൻ, കവിതയെ മറന്തവൾ നാൻ, കാതൽ കരിന്തവൾ നാൻ, കർപ്പ് മുറിന്തവൾ നാൻ. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണനും സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകിക്കും എല്ലാവിധ ആശംസകളും.